നന്മ 24ലേക്ക് സ്വാഗതം. കയറിക്കടക്കാൻ കിടപ്പാടമില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു പുണ്യപ്രവൃത്തിയാണ്. പി.ടി. തോമസ് ഫൗണ്ടേഷൻ 2 വീടുകളാണ് കാക്കനാട് നിർമ്മിച്ച് താക്കോൽ കൈമാറിയത്. ഈ 2 സ്വപ്നക്കൂടുകൾ നിർമ്മിച്ചത് പി.ടി. തോമസ് ഫൗണ്ടേഷനോടൊപ്പം സിന്തറ്റ് ഇൻഡസ്ട്രീസും കൂടി കൈകോർത്തുകൊണ്ടാണ് ഈ 2 സ്വപ്നക്കൂടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നടന്മാരായ ഫഹദ് ഫാസിൽ, രമേശ് പിഷാരടി തുടങ്ങിയവർ ചേർന്നാണ് ഈ സ്വപ്നക്കൂടുകളുടെ താക്കോലുകൾ കൈമാറിയത്. ഒരു നല്ല കാര്യത്തിന് നിമിത്തമാകുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ വന്നതിലൊരു വ്യക്തിപരമായ സന്തോഷങ്ങളുണ്ട്. എനിക്ക് തോമസ് സാറിൻ്റെ ഒരു കടം ബാക്കിയുണ്ടായിരുന്നു. തോമസ് സാർ വിളിച്ചൊരു ഫംഗ്ഷൻ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് വിമാനം ഉത്സവത്തിന് പോകുന്നത്. ഞാൻ ആദ്യം വിമാനങ്ങൾ കാണുന്നത് അത് സതീഷ് സാറിനെ കാണുന്നത്. എന്തായാലും നിങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമാണെന്ന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഞാൻ ഫഹദിനെയും രമേശ് പിഷാരടിനെയും ഒക്കെ എൻ്റെ വലിയ ഏതെങ്കിലും പരിപാടിക്ക് വിളിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. ഇത് വലിയ പരിപാടിയാണെന്ന് അവർ അംഗീകരിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. വീട് എന്ന് ലഭിച്ച അതൊരു സഹായമായി കണക്കാക്കേണ്ടതില്ല, അതൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയ പോലെയാണ് വീട് കിട്ടിയത്. അതിനും വളരെ സന്തോഷമുണ്ട്. എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം? സാമൂഹ്യ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം, രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം ഒന്ന് തന്നെയാണ്. മനുഷ്യന്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവന്റെ കണ്ണീര് തുളയ്ക്കാൻ, അവന്റെ വിഷമങ്ങൾ മാറ്റാൻ, അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ യത്നത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം. പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം. അതാണ് അതാണ് മാതൃക. നമുക്ക് ചേർത്ത് പിടിക്കണം. എത്ര പേര്, ഞാൻ പലപ്പോഴും ഈ നമ്മുടെ അധികാരം ആളുകളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഏത് തരത്തിലുള്ള അധികാരമാണ്, ഏത് വാർഡ് കൗൺസിലർ മുതൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രി വരെയുള്ള അധികാരമായി ഈ അധികാരം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരുടെയും സ്വഭാവമാണ്, പലരുടെയും സ്വഭാവമാണ്. എത്ര പേരെ ഉപദ്രവിക്കാന്നാണ്. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരുത്തരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവന് ഇടി കൊടുത്തിട്ട് അവന്റെ കരച്ചിൽ ഫോണിൽ കൂടി കേട്ടിരിക്കുന്ന ആളൊക്കെ ഉണ്ട്. ആ കാലമൊക്കെ പോയി. നമുക്ക് രാത്രി നടക്കാൻ നേരത്തിന് എല്ലാ പൊതുപ്രവർത്തകരും ഇന്ന് എത്ര പേരെ ഉപദ്രവിച്ചു എന്നല്ല ആലോചിക്കുന്നത്, ഇന്ന് എത്ര പേരെ സഹായിച്ചു എന്ന് ആലോചിച്ച് അതിന്റെ സന്തോഷവുമായി സമാധാനമായി കടന്നിറങ്ങാൻ പറ്റുന്ന ഒരു കാലത്തേക്ക് കേരളത്തിലെ പൊതുപ്രവർത്തനം കൊണ്ടുപോകും. അതിനൊക്കെയുള്ള ഓരോ സ്ഥലത്തും തെളിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കുകളാണ് ഈ പി.ടി. തോമസ് ഫൗണ്ടേഷൻ നടത്തുന്ന പോലത്തെ പരിപാടികൾ എന്ന് ഞാൻ കരുതുന്നത്. നമ്മൾ എല്ലാവരും ചേർന്ന് അവരവരുടെ സ്ഥലങ്ങളിൽ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച്, ഞാൻ ഒരു കാര്യം പറയുക, സത്യസന്ധമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പണം ഇതിന് പ്രസവമാകില്ല. നിങ്ങൾ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ വീടിന് പണം തരാൻ ആള് വരും. ഇവിടെ ഒരു വീടാണ് ആദ്യം സിദ്ധായിട്ടായി കൊടുത്തത്. ബിജു എന്റെ സ്നേഹിതനും എന്റെ ക്ലാസ്മേറ്റ് ഒക്കെയാണ്, കോളേജ് മേറ്റ് ഒക്കെയാണ്. ഒരു വീടാണ്. 2 സഹോദരിമാരെ രണ്ടാമത് എംഎൽഎ ചെന്ന് പറഞ്ഞപ്പോ അല്ലെ, ഒരു വീട് തരാൻ പോയിരുന്ന ബിജു ജയിക്കപ്പോൾ സിദ്ധായിട്ടിന്റെ 2 വീടാക്കി അത് കൊടുത്തു. 2 വീടാക്കി കൊടുത്തു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു നന്മയാണ്. പിന്നെ 2 കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്. നമ്മളൊരു ഡോണറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുമ്പോൾ അത് അർഹതപ്പെട്ട ആളുടെ കയ്യിലാണ് എത്തുന്നത് എന്ന് അവർക്കൊരു ഉറപ്പുണ്ടാകും. അവർക്കൊരു സമാധാനം വേണം. നല്ല അർഹതയുള്ള ഒരാൾക്കാണ് കൊടുക്കുന്നത്. രണ്ടാമത് അവരൊരു 1000 രൂപ എന്നാൽ 1000 രൂപ ഈ ബെനിഫിഷ്യറിയുടെ അടുത്തെത്തണം. ഇടയ്ക്കുള്ള കട്ട് പാടില്ല. ഈ 2 കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു 10 പേര് കൂടി ചിലപ്പോൾ പറയും, ചിലപ്പോ എന്താണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ 14 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ. ഒരു 5 ചെറുപ്പക്കാർ സത്യസന്ധമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്താൽ ജനങ്ങൾ നിങ്ങൾ പുറകെ പുറകെ തരും, ആളുകൾ സഹായിക്കും. എത്രയോ നന്മ നിറഞ്ഞ കാഴ്ചകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഞാൻ ഉമാ തോമസിനെയും പി.ടി. തോമസ് ഫൗണ്ടേഷന്റെ പ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു.
ഇവിടെ ഇപ്പം ഒരു വീടും അതിൻ്റെ പ്രസക്തിയും എല്ലാം പലതവണ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ സർക്കാരുകൾക്ക് വലിയ പരിമിതികളും പരാധീനതകളും ഒക്കെ ഉണ്ട്. പലപ്പോഴും പല ആവശ്യങ്ങളും നടക്കപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം, അവരുടെ ഒരു ഒത്തൊരുമയും പരസ്പര സഹായങ്ങളും ഉള്ളതുകൊണ്ട് ആണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത്. നെറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഒരാൾക്കൊരു സഹായം ആവശ്യമായ ഒരു വാർത്ത കണ്ടാൽ അതിന്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വ്യവസായികളുടെ പേര്, സിനിമാ നടന്മാരുടെ പേര് കേട്ടിട്ട് നാട്ടുകാർ പറയും അവരോട് ചോദിച്ചിരുന്നെങ്കിൽ ഇത് നടന്നേനെയാണ്. കാരണം അവിടെ പോലും ആളുകൾ ആശ്രയിക്കുന്നത് വ്യക്തികളെയാണ്, പരസ്പര സഹായത്തെയാണ്. അങ്ങനെ ഇന്നൊരു വലിയ കാര്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഒരു വരി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വലിയ കാര്യം നമ്മുടെ ഭാഗം സാധിച്ചതിൽ സന്തോഷിക്കുന്നു. സമയം എല്ലാവരുടെയും ഇടപെടലുകൊണ്ട് ഇനി കൂടുതൽ സംസാരിക്കുന്നത് PT തോമസ് ഫൗണ്ടേഷന്റെ ഭാഗമായി ബഹുമാന്യനായ ശ്രീ ഉമാ തോമസ് ഇനിഷ്യേറ്റ് ചെയ്ത ഈ സ്നേഹക്കൂട് എന്ന പദ്ധതിയിൽ ഭാഗമാകാൻ സിന്തൈറ്റിന്റെ ഫൗണ്ടേഷനായ CVJ ഫൗണ്ടേഷനും ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇതുപോലെ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരെ തേടിപ്പിടിച്ച് ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. മാഡത്തിൻ്റെ ഈ ഇനിഷ്യേറ്റീവിനും ഞങ്ങളെ ഇതിൻ്റെ ഒരു ഭാഗമാക്കി കൂടെ കൂട്ടി നിർത്തിയതിനും ഞാൻ എൻ്റെ ഹൃദയപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇങ്ങനെയുള്ള നന്മമരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ 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 സന്തോഷം. ദൈവത്തിന് നന്ദി. ഞാൻ എൻ്റെ കൂട്ടുകാരത്തിയാണ് ഈ ജുമൈല സലാം. അപ്പം എന്നെ പല പ്രാവശ്യം വിളിക്കാറുണ്ട്, വാടകയ്ക്കാണ് താമസിക്കണ, അങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അപ്പം പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയില്ലേ എന്നൊക്കെ ഞാൻ പല പ്രാവശ്യങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പം ഇപ്പോൾ ഉമാ തോമസിനെ പോയി കാണുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഞാനപ്പോൾ പറയുകയും ചെയ്ത്, നല്ല ഒരു MLA ആണ് ഉമാ തോമസ്, PT തോമസിൻ്റെ വൈഫ്. അപ്പം എന്തെങ്കിലും വഴി കാണിക്കാതിരിക്കില്ല നിനക്ക്, എന്തായാലും ചെല്ലുന്നും പറഞ്ഞ് അങ്ങനെ പോയി കണ്ട് സംസാരിച്ച്. പിന്നെ ഇവിടെയുള്ള പ്രവർത്തകരെല്ലാവരും UDFൻ്റെയും അതേപോലുള്ള എല്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, അതേപോലെ തന്നെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോട് ഇവർക്കൊരു വീട് കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാനും കരുതുന്നത്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഇനി ജുമൈലാക്ക് വാടക കൊടുക്കാതെ അവരുടെ സ്വന്തം വീട്ടിൽ താമസിക്കാം എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിച്ച മാതിരി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസയും നന്ദിയും അർപ്പിക്കുക.